ഹായ്, നമ്മുടെ ഈ ചാനൽ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ദോശ വെച്ചിട്ട് ഞങ്ങൾ ചോറ് വെച്ചിട്ട് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് ചോറ് വെക്കേണ്ട വെച്ചു. എന്താ ചീവീടിൻ്റെ ശബ്ദം? ആഹാ, മത്സരിച്ചിട്ടാണോ? ആ, മഴക്കാലത്തെ ശബ്ദമൊക്കെ ചീവീടിൻ്റെ ശബ്ദം കേൾക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞ് വേണ്ട. അപ്പം ഞാൻ കുഞ്ഞിന് ഒന്നും കഴിക്കാൻ തോന്നില്ല. ഒരു ഭക്ഷണം വേണ്ട കുഞ്ഞിന്. കുഞ്ഞിനോട് എന്താ വേണ്ടത് വെച്ചപ്പോൾ കുഞ്ഞിനൊന്നും വേണ്ട. അത് അച്ചൂല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ അവൾക്ക് കഴിക്കാൻ പറ്റിയതെന്ന് അറിയില്ല, വെച്ച് നോക്കാം. അവൾക്ക് ഇഷ്ടമുള്ള കറികൾ ഞാൻ വെക്കുന്നുണ്ട്, അച്ഛനും ഇഷ്ടമുള്ളത് വെക്കുന്നുണ്ട്. ഞാൻ എന്താണെങ്കിൽ അവർ കഴിക്കട്ടെ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഗർഭിണിയുള്ള കാര്യമില്ല, ഒന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താ വെക്കട്ടെ അമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്കൊന്നും കഴിക്കാൻ തോന്നില്ല അത്ര. അപ്പോൾ എന്തായാലും നമുക്ക് പരിപ്പും മുരിങ്ങക്കായും ഒരു കറി ഉണ്ട് കേട്ടോ. അത് കുഞ്ഞിനും പൊന്നിനൊക്കെ ഫേവറേറ്റ് ആണ്. അത് മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല അല്ലേ. എന്തായാലും വെക്കാം നമുക്കല്ലേ, പരീക്ഷിക്കാം. അപ്പം ഞാൻ പരിപ്പ് വേവിച്ച് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, കാട്ടിത്തരാം. അപ്പം നമ്മളിതേ പരിപ്പ് വേവിച്ച് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നന്നായി അവിടെ ഇളക്കുക. ആ, തക്കാളി മുരിങ്ങക്കായി നന്നാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ ഇളക്കുക. അവര് നോമ്പുറത്തേണ്ട കിടക്ക് വെച്ചിണ്ടാ? മഞ്ഞപ്പൊടി, ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. വീട്ടിൽ അച്ചുവിൻ്റെ കാര്യം അറിയില്ല. അങ്ങനെ നമ്മൾ തക്കാളി മുരിങ്ങക്കായി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പാണിട്ട് നമ്മൾ വെന്ത പരിപ്പിലേക്ക് ഇട്ടിട്ടുള്ള ഐറ്റംസിന് എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക. അധികം നേരം വേണ്ട. മുരിങ്ങക്കായും തക്കാളിയൊക്കെ പെട്ടെന്ന് വേവിട്ടാം. അപ്പോഴേക്കും നമ്മൾ 1 കിലോ മീൻ മേടിച്ചിട്ട് 3 ഭാഗമാക്കിയിട്ട് കുറച്ച് നാളേക്ക് കറി വയ്ക്കാൻ, ഇന്ന് കറി വയ്ക്കാൻ, കുറച്ച് വറക്കാൻ. അപ്പോൾ അത് മാറ്റി ഇന്ന് കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 മാങ്ങ എടുത്തു, 1.5 മാങ്ങ എടുത്തു കേട്ടോ. 2 മാങ്ങയുടെ 1.5 മാങ്ങ നമ്മൾ കറിക്ക് എടുത്തത് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുനുകുനാന്ന് ഒരുപാട് കട്ടിയിലാണ്ട് നന്നാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നന്നാക്കി കഴുകി വെച്ച മീൻ, എന്താ കേര എന്താണ് തോന്നുന്നു കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 3 ടീസ്പൂൺ കേട്ടോ. ഇതാണ് നമ്മൾ ഇട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർക്കാരുടെ സൈഡിൽ ഇവിടെ കുന്നോളം ഏരിയയിലൊക്കെ വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. എൻ്റെ നാട്ടിലെ കറിയല്ല. ഇവിടെ ഞാൻ കല്യാണം വന്നതിന് ശേഷം അനുവിൻ്റെ വീട്ടിൽ വയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ചു, കല്ലുപ്പിട്ടു, മാങ്ങ ഇട്ടു. പിന്നെ ഞാൻ നല്ല പുളിയുള്ള 1.5 മാങ്ങയാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇപ്പോൾ ഏകദേശം നമ്മുടെ കറിക്കുള്ള ഐറ്റംസുകളൊക്കെ റെഡി. ഇനി ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. നല്ല മുളകിട്ട മീൻ കറിയാണ് കേട്ടോ. അത് ഈ കയറും ചോരൊക്കെ ഇങ്ങനെ വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. മത്തി വെച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ മത്തി കിട്ടി ഇങ്ങനെ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ശബ്ദം ഇടഞ്ഞിട്ടുണ്ട്. 2 ദിവസമായിട്ട് അമ്പലമൊക്കെ ഇങ്ങനെ 2 നേരമാണ് പച്ചവെള്ളത്തിൽ തല നനയ്ക്കുന്നത്, അതുകൊണ്ട് ഉണ്ടായതാട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ ഒന്ന് ഇരുന്ന് തിളയ്ക്കട്ടെ. അത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്തപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, പിന്നെ ഒരു വലിയൊരു 3-4 ചുവന്നുള്ളി കേട്ടോ. കൊച്ചുള്ളിയിൽ അതൊരു 3-4 എണ്ണം വലുതാണെങ്കിൽ, ഒരു 5-8 പച്ചമുളക്. നമുക്ക് ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, വേറെ ഒന്നുമില്ല. കടുക്, ഉലുവ, ചുവന്നുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില.
അതൊന്ന് ചെറുതായിട്ട് വാടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓണാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ പച്ചമുളക് ഇട്ടതിന് ശേഷം ആ കറി ഒന്ന് തിളപ്പിക്കണം. എന്താ വെച്ചാൽ ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ കറിയിലേക്കൊന്ന് ഇറങ്ങണം കേട്ടോ. ഈ ഒരു കറി നല്ല മീൻ വറുത്തത് കൂടിയാണ് ഈ ചോറിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്നും ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇപ്പം മുരിങ്ങക്കായുടെ സീസണാണ്. നല്ല നാടൻ മുരിങ്ങക്കായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. മുരിങ്ങക്കായ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഞാൻ മുരിങ്ങക്കായ മേടിച്ചതാണ് 1/4 കിലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ. ഇവിടെ കുണുക്കൻ കുണിക്ക് പൊന്നു കുഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അങ്ങനെ അതൊക്കെ ഏകദേശം തിളച്ച് സെറ്റായി വന്നപ്പോൾ കുറേ നാളായിട്ടൊരു ആഗ്രഹം തോന്നിയൊരു കറി മറന്നിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ മറന്നു പോയതാണ്. നമ്മുടെ ബീട്രൂട്ടിനെ കൊണ്ട് ഒരു സലാഡാണ് കേട്ടോ. നല്ല ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കന കുറഞ്ഞ അരി കേട്ടോ. നമ്മൾ ഇങ്ങനെ ചിരണ്ടില്ലേ, ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ട് അങ്ങനെ ബീട്രൂട്ട് പച്ചയ്ക്ക് ചിരണ്ടി എടുക്കുക. സബോള കുനുകുനാന്ന് അരിഞ്ഞിടുക, പച്ചമുളക് അരിഞ്ഞിടുക കേട്ടോ. എന്നിട്ട് നല്ല ഉപ്പിട്ടിട്ട് നല്ല കൈ കൊണ്ട് സബോളയും ബീട്രൂട്ട് തിരുമ്പിയാണ്ട് ഉടയ്ക്കുക. ഒന്ന് ഉടക്കി വെച്ചാൽ രണ്ടും കൂടി യോജിക്കണം. ആ യോജിച്ചതിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ടല്ലോ, പിന്നെ നല്ല കട്ട തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈരിട്ട് അടിച്ചിട്ട് ഒരു മിക്സിയിൽ ഒന്ന് നല്ല കട്ട തൈര് വേണം. ലൂസ് ആയത് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുപാട് പുളി കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല കട്ട തൈരായിരിക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കുറവാകും. ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ അടിച്ചൊഴിച്ചതാണ് കേട്ടോ. ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നുള്ള മനസ്സിലായില്ലേ. ബീട്രൂട്ട് പച്ചയ്ക്കും സബോളയും പച്ചയ്ക്കും പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞിട്ട് കുരുനാന്ന് അരിഞ്ഞിട്ട് നന്നായി തിരുമ്പി വയ്ക്കുക. അതിലേക്ക് നല്ല കട്ട തൈര് അടിച്ച് വയ്ക്കുക. വേറെ ഒന്നും വേണ്ട, വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട, ചൂടാക്കും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിത് ഇപ്പോൾ അപ്പുറത്ത് ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ ഈ ഉണ്ടാക്കിയ സലാഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിയിലോ അങ്ങനത്തെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. കൈമ കുപ്പിയോടെ ഉള്ളതിന് കുപ്പിയോടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് കേട്ടോ ഡബ് ചെയ്യുമ്പോൾ. കണ്ട ഈ കറിക്ക് വേറെ ഒരു പണിയില്ല. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി ബീട്രൂട്ട് സലാഡാണ് കേട്ടോ. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾ ഇത് തീർച്ചയായിട്ടും കഴിക്കും. എന്താ വെച്ചാൽ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് വന്നിട്ട് ആ തൈര്, കട്ട തൈരിൽ പുളി, ചെറിയ പുളിയിൽ ഇറങ്ങി ഉപ്പും പിന്നെ പച്ചമുളകിൻ്റെ സബോള അതിങ്ങനെ നല്ല കടുകിടുന്ന് ഇങ്ങനെ കടിച്ച് തന്നെ ഭയങ്കര ടേസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇത് ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നാൾ പേട്ടൻ്റെ വീട്ടിലോട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ഏട്ടൻ്റെ വീട്ടിലൊരു കസിൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോഴാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. എന്താ വെച്ചാൽ ഇവിടെ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെഷ്യലുകളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗർഭിണികൾക്ക് ഇത് നല്ലതായിരിക്കും. ബീട്രൂട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അത് വേവിക്കാണ്ട് പച്ചയ്ക്കാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റിന് ഉണ്ടാക്കാത്തതുകൊണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചപ്പാത്തിക്കോ അങ്ങനെ എല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കടുകും വറ്റൽമുളകൊക്കെ ഇട്ട് കാച്ചി അത് നീക്കി വെച്ചിട്ട് ശേഷം നമ്മൾ അച്ചുവിന് ഇഷ്ടമുള്ള അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ അച്ചു പറയാം, നമ്മുടെ അവിടെ പച്ചപ്പയർ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പച്ചപ്പയർ ഉപ്പേരിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ചുവന്നുള്ളി മാത്രം ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ കുത്തിയമുളക് ഇട്ടു കേട്ടോ. ഇനി ആ മൂത്ത് എന്നോട് കൂടിയിട്ട് ആയിരിക്കും നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണത്തിന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചുവക്കണ വരെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പയർ അതിനായിട്ട് കുരുവിനാന്ന് അരിഞ്ഞ് വെച്ച പയറുണ്ട് കേട്ടോ. അതിന് ഞാൻ 1 കിലോ പയറാണ്, അതിൽ 1/4 കിലോ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം കൂടി ഒരു ദിവസം വെച്ച് ചിലവാവില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അതും ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അങ്ങനെ വേവിച്ചപ്പോൾ നമ്മുടെ പച്ചപ്പയറിൻ്റെ ഉപ്പേരി സെറ്റ്. അപ്പോൾ ഇത്ര പെട്ടെന്നല്ലേ നമ്മുടെ കറികളും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുഞ്ഞ വേനൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഇത്ര സ്പെഷ്യലിൻ്റെ ആവശ്യമൊന്നുമില്ല. രാത്രിക്കാണ് കുഞ്ഞ് വരുന്നുണ്ടെന്ന് ഉറപ്പായാൽ മാത്രമേ വെക്കുള്ളൂ. 2 പ്രാവശ്യം ഇതെല്ലാം വെച്ചിട്ട് അവൾ വന്നില്ല. അപ്പോൾ ഇന്ന് കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ തൃശ്ശൂർ എത്തിയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ ശേഷം ചോറുണ്ടാക്കി, മുരിങ്ങക്കായും പരിപ്പും കറി വെച്ചു, മീൻ കറി വെച്ചു, പച്ചപ്പയർ ഉപ്പേരി വെച്ചു, ബീട്രൂട്ട് സലാഡ് ഉണ്ടാക്കി. ഇതേ മീൻ വറക്കട്ടെ, മീൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറക്കട്ടെ, നല്ലൊരു മീനായിരുന്നു. ഭയങ്കര ടേസ്റ്റുള്ളൊരു മീൻ ഇപ്രാവശ്യം കിട്ടിയത് കേട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുക. പിന്നെ കുഞ്ഞൻ വന്ന് വർത്തനം പറഞ്ഞിട്ട് ചോറ് അവർ ഉണ്ണണത് കാണാനുള്ള തിക്കലും തെറിഞ്ഞിട്ട് ഞാൻ വീടെടുക്കാൻ മറന്നു പോയിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗർഭകാലത്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് കഴിക്കുന്നതാണ്. എനിക്ക് അവർ പറഞ്ഞ് ആഗ്രഹം പറയണം, അമ്മ ഇന്ന് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. പക്ഷേ ഇവിടുത്തെ 2 ഒന്നും ഉണ്ട്. പിന്നെ പൊന്നു പറയാൻ വയ്ക്കുന്നത് കഴിക്കാൻ ആഗ്രഹമാണ്. കുഞ്ഞ്
ഞാൻ ഒന്നും പറയില്ല, എനിക്ക് ഇന്നതാണ് വേണ്ടത് ഒന്നും പറയാം. എനിക്ക് കൺഫ്യൂഷനാണ് എന്ത് വയ്ക്കും എന്നുള്ളതിന് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ ഈ പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഞങ്ങൾക്ക് ചെണ്ട ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുണിക്ക് പറഞ്ഞു ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കിടന്നോളാണ്. അങ്ങനെ കുഞ്ഞിനും അച്ചും ഇവിടെ കിടന്നു, ഞാനും കുണുക്കനും എന്നെ പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് വിളക്ക് കത്തിക്കുകയാണ്. ഇവിടെ നിന്ന് കാർത്തുമ്മ വന്നിട്ട് കാർത്തുമ്മേൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്, വേറെ ഒന്നുമല്ല. ബണ്ണ് എടുത്ത് കൊടുത്തു, ഈ ബണ്ണല്ല ആ ബണ്ണല്ല എന്നിട്ടിരിക്കും മുടിയായിട്ട് വേറെ ബണ്ണുകളൊക്കെ ഇവിടെ തീർന്നു. ഞാൻ വെച്ച് കുണുക്കിൻ്റെ സ്കൂൾ തുറക്കുമ്പോഴേക്ക് മേടിക്കാൻ വെച്ചിട്ട് മേടിച്ചിട്ടില്ല. ബണ്ണുകൾ നമുക്ക് കളർഫുള്ള് കിട്ടാനാണ്, നല്ലതൊക്കെ തീർന്നു. അതിൻ്റെ വാശിയാണ് കേട്ടോ കേൾക്കുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ വിളക്ക് കത്തിച്ച് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മതി. ഇങ്ങനെ രാവിലെ എണിച്ച് അമ്പലത്തിൽ നമുക്കൊരു പ്രത്യേക എനർജി ആയിട്ട്, സത്യം ഒരു പോസിറ്റീവ് എനർജി. ഞാൻ കുഞ്ഞിനോടായിട്ട് പൊന്നിനോട് എനിക്ക് രാവിലെ കുളിക്കാതൊരു നമുക്ക് ചില ദിവസമാണ് എനിക്ക് പറ്റാറില്ല, നമ്മൾക്ക് വീട്ടിലുള്ള പണിയോടും തെക്കൊണ്ട് പറ്റില്ല. പക്ഷേ പണിയൊന്നുമില്ല, നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ രാവിലെ എണിച്ച് കുളിക്കാൻ സുഖമല്ല. പക്ഷേ ഇവർക്ക് ഭയങ്കര മടിയായിട്ട്, എൻ്റെ 4 എണ്ണത്തിന് കുളിക്കാൻ മടിയാണ്. പിന്നെ മറ്റെണ്ണത്തിന് ഞാൻ കുളിപ്പിക്കണ കാരണം എൻ്റെ ഒപ്പം കുളി കഴിഞ്ഞ് പൂട്ടാം. അങ്ങനെ ഈ ഞാനും കുണുക്കുമനും പ്രാർത്ഥിച്ചു. ഞാൻ കുങ്കുമൊക്കെ ഇട്ട് കുണുക്കനും എന്ന് വെച്ചാൽ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുങ്കുമം ഈ ഇവിടെ നടാട്ടെ എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ റൂമിലാണ് എൻ്റെ കുങ്കുമ ഡപ്പി ഇരിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ഇരിക്കുന്ന സിന്ദൂരത്ത് കുറച്ച് സിന്ദൂരമൊക്കെ എടുത്തിട്ട് കുണുക്കുമ്പോനും ഈ കുണുക്കുമ്പോൾ ഗോപിക്കുറി തൊണ്ടതാണ് ഇഷ്ടം. അപ്പോൾ ഈ കൂടുതലാണ് ഗോപിക്കുറിയാണ് തൊട്ട് കൊടുക്കാറ്. അവൻ ഗോപിക്കുറി തൊട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ആൺകുട്ടി ജനിച്ചിട്ട് ഇങ്ങനെയായിരുന്നു ഒരു ആഗ്രഹം. ഞങ്ങൾ രാവിലെ എണീച്ച് എവിടേക്ക് എത്തി? കടമ്പലത്തിലേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ കമൻറ്റിനോട് പറഞ്ഞല്ലോ നിങ്ങൾ എന്തെങ്കിലും ഒരു കുട്ടീനെ 2 ആൾ വരുന്നത്. പക്ഷേ നമ്മൾ ഈ രാവിലെ എണീച്ച് കുളിച്ച് നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴാൻ കിട്ടുന്ന ഒരു സമയം അല്ലേ, അത് നമ്മുടെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എല്ലാ ദിവസവും നമുക്കത് പറ്റുള്ളൂ, പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ സത്യമാണ് ആ രാവിലേക്ക് ചെണ്ട ഉള്ളത് കൊട്ടുള്ള ദിവസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ വെച്ചാൽ നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഒരു ബുദ്ധിമുട്ടാണ്. ആ എണീച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കേട്ടോ. പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇല്ലാത്ത ദിവസം ഞങ്ങൾക്ക് ഒരു മാതിരി നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ അതിപ്പോ നമുക്ക് എങ്ങോട്ട് പോവാനാണ് നമ്മൾ ഉറങ്ങിപ്പോവും ഓട്ടോമാറ്റിക്കലി. അത് നമ്മൾ എന്തൊക്കെ നമ്മൾ നേരത്തെ കഴിക്കണമെന്ന് വിചാരിച്ച് കിടക്കും, പക്ഷേ നമുക്ക് പറ്റില്ല 10 മിനിറ്റ് കിടക്കാം. അതിപ്പോൾ മക്കളായാലും നമ്മളായാലും അങ്ങനെയല്ല. ഇനിയിപ്പോൾ എന്താ പറയുക, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ എനിക്കുന്ന ടൈം ഒന്നുകൂടി അങ്ങോട്ട് വിപുലീകരിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇത്ര നാളിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരുന്നു, നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുള്ള വരുമാനം കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൽ പോകണം, നമ്മുടെ കാര്യങ്ങളല്ലേ. ചോറൊക്കെ പാത്രത്തിലാക്കി, ചോറ് നമുക്കില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ഉപ്പേരി വേറെയൊക്കെ. അങ്ങനെ എന്തായാലും നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളും കൊണ്ടുവേണം നമുക്ക് ഇനി പോകണമെങ്കിൽ. ഉണ്ണോട് സ്കൂളാക്കി വന്നതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി ഡ്രസ്സ് മാറി നമുക്ക് പോകണം. അപ്പം അങ്ങനത്തെ ഒരു ജീവിത രീതിയിലേക്ക് പോവുക. കുറച്ച് ദിവസമൊക്കെ നമുക്കൊന്ന് സെറ്റായി വരണമെങ്കിൽ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ഷോപ്പിൻ്റെ ലൈസൻസ് കാലമൊക്കെ എൻ്റെ പേർക്ക് തന്നെ എന്താ വെച്ചാൽ സ്ത്രീ ലേഡീസ് എന്നുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ എല്ലാ കൈകാര്യങ്ങളും ഈ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിരിക്കും. അത് ജിജിൻ്റെ അച്ഛൻ ഒന്ന് പോയി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊന്നേച്ചിക്ക് മസാല ദോശ ഇലയിൽ പൊഞ്ഞു വരുമ്പോൾ എനിക്ക് മേടിച്ച് തരണം കേട്ടോ എന്ന് പറയണമെന്നു. അങ്ങനെ ഞാൻ കുഞ്ഞിനുള്ള മസാല ദോശ മേടിക്കാമെന്ന് കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ ഒരു ഗർഭകാലത്തിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടോയെന്നറിയില്ല, പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കാൻ. പക്ഷേ എനിക്ക് ഗർഭകാലത്ത് അത് സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എന്താ ആർക്കാ കുണുക്ക ആർക്കടാ മസാല ദോശ? നന്ദന ഗർഭിണിക്ക. അതെ പോവാ ഉണ്ണിക്കണാണോ? പോവാ ഓട്ടോറിക്ഷക്കാരനും ബേക്കറിക്കാരനും.
ഉന്നോട് സംസാരിച്ചില്ലേ? അതോ ഷാനല്ല അതിന്റെ കൂടെ ഉള്ളത്. ഓക്കെ, അത് അയാളെ മനസ്സിലായി. എന്നോട് സംസാരിച്ചാൽ അതിന്റെ ഇടയിൽ നമ്മുടെ കുണുക്കന്റെ കൂട്ടുകാരന്റെ അച്ഛനെ കണ്ടു അല്ലേ? എന്താ പേരവന്റെ? റിതിന്റെ അച്ഛനെ കണ്ടു. അപ്പൊ വർത്തമാനം പറഞ്ഞു. മേടിഞ്ഞ് കഴിയുമ്പോഴേക്കും കുണുക്ക എത്തി. പിന്നെ ഞങ്ങൾ വന്ന് കുഞ്ഞിനുള്ള മസാല ദോശയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് കുറേ പരിപാടിയുള്ള ദിവസമാണ്. കുറേ പരിപാടി അറിയാലോ. അതൊക്കെ അറിയാം. അതാണ് കുഞ്ഞ് വന്നതിന്റെ ഒരു വശം ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങളുടെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകണ്ട. എന്താ വെച്ചാൽ ഇവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇവരിന്ന് ഇങ്ങനെ നമുക്കിപ്പോൾ അവിടെ ഈ മുനിസിപ്പാലിറ്റിക്കൊക്കെ ഇത് ലൈസൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ പോയ പോലെ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഇരിക്കുന്ന കാര്യം കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന കാര്യമൊക്കെ വേണ്ടേ. അപ്പം അങ്ങനത്തെ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് വരെ മാളിലേക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമല്ല. സിനിമയ്ക്ക് പോകാനും ഇഷ്ടമില്ല ചേട്ടാ. ഒരു പ്രത്യേക ടൈപ്പാണ് അവർ. കണ്ട ഇങ്ങനെയൊക്കെ സ്ഥലത്ത് പോയി അടങ്ങി ഇരിക്കണ്ടേ, ഈ കുരുത്തക്കേട് ഇത് നടക്കണേ, അതാണ് ഇഷ്ടം. ഇടിയില്ലാത്ത പണം നിന്നോട് ഇന്നലെ പറഞ്ഞിട്ട് നീ എന്താ കാണുന്നില്ല എന്നൊന്നുമില്ല. എന്നോട് പറയല്ലേ, നീ എന്നോട് പറയണ്ട കേട്ടാ. ഒക്കെ കുണുക്കിന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പെങ്ങൾക്ക് മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവനൊരു മസാല ദോശ ഉണ്ട്, അച്ഛനൊരു മസാല ദോശ ഉണ്ട്, കുണിക്കുമ്പോഴൊരു നെയ്റോസ് ഉണ്ട്, കുഞ്ഞിനൊരു മസാല ദോശ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവൻ്റെ കൈ കൊണ്ട് കുഞ്ഞിന് കൊടുക്കാനാണ് കേട്ടോ ഈ ഓടണത്. എന്തായാലും കൂടെ പുറപ്പെടും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്നേഹം അല്ലേ. അത് വലുതാവുമ്പോൾ അതുപോലെയൊക്കെ ഉണ്ടായാൽ മതി എന്നാണ് ആഗ്രഹം. അങ്ങനെ അവധി കുഞ്ഞിൻ്റെ റൂമിൻ്റെ സൈഡിലൊരു കുഞ്ഞ് സാധനം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസ് കൊടുക്കുന്നത് ഈ കാണുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ ഞങ്ങൾ പോകുമ്പോൾ ചെണ്ടറാസ് ആകുമ്പോൾ കുണുക്കിനെ വരെ അടുത്ത് കൊണ്ട് കിടത്തുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് റൂമിലിടുന്ന അവൾക്ക് പേടിയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനോട് രാവിലെ അവൻ കുളിച്ച് വന്നതിന് ശേഷം അവൻ കാപ്പി തരലാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഡബ് ചെയ്തതല്ലായിരുന്നു, വോൾ വോയിസ് ആയിരുന്നു. പക്ഷേ പാട്ട് പെട്ടു. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ഡബ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞ വേറെ ഒരു ഇലയിൽ പൊതിഞ്ഞ് മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്. പിന്നെ ഇലയിൽ പൊതിഞ്ഞ് മസാല ദോശ കഴിക്കാൻ ചട്നിയുടെ സാമ്പാറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ ഒരു മസാലയിൽ നല്ല പോലെ കുഴഞ്ഞിരിക്കുന്നു. പിന്നെ ആരെങ്കിലും നമ്മുടെ കുന്നോളം സൈഡിൽ നമ്മുടെ ഈ അടുത്തൊക്കെ ഗർഭിണികളുണ്ടെങ്കിൽ ഒന്ന് നേരെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഒരു മസാല ദോശ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ എവിടെ നിന്ന് ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞിട്ടില്ല. ഇലയിൽ പൊതിനേക്കാളും അതിൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ മസാല ദോശയുടെ ഉള്ളിൽ ചട്നി വെച്ച്, ചമ്മന്തി ഇഷ്ടമുണ്ടെങ്കിൽ മതി, ചട്നിയാണ് ഏറ്റവും ടേസ്റ്റ് മസാല ദോശയ്ക്ക്. ആ ചട്നി മസാല ദോശയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഇലയിൽ പൊതിയ കേട്ടോ. അങ്ങനെ ഈ മസാല ദോശയുടെ സ്മെല്ല് ഇട്ടിട്ട് കുത്തിയായിട്ട് സത്താണ്. ഇന്നാളും ഒരിക്കൽ മസാല ദോശ ഇലയിൽ പൊതിഞ്ഞത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനായിട്ട് മേടിച്ചു തന്നിട്ട്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഒരു ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഒരു ഇഡ്ഡലി ഞാനും രണ്ട് ഇഡ്ഡലി തന്നെയാണ് അങ്ങനെ കഴിച്ചിട്ട് ഞാൻ വന്ന് മസാല ദോശ മേടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ കുണുക്കുമ്പോൾ ഒന്നും കഴിക്കണ്ടായപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഇതെനിക്ക് കിട്ടും തോന്നുന്നില്ല, അവന് വേണ്ട, അവനിതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരു മസാല ദോശയാണ് മേടിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ അടുക്കളയിൽ പണിയുമ്പോൾ ഇപ്പോൾ കഴിക്കണ്ട, കുറേ കഴിയുമ്പോൾ ഒരു 11 ആകുമ്പോൾ കഴിക്കാൻ ഉച്ചത്തെ ഫുഡായില്ലോ. മസാല ദോശ ഒന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു സ്മെല്ലെടുത്താണ് എൻ്റെ പൊന്നോ ചുറ്റുള്ളതൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അത്രയും അടിപൊളിയായിട്ട് ഒരു മസാല ദോശ ഇപ്പോൾ അടുത്ത കാലത്ത് കഴിച്ചാൽ നല്ലൊരു മസാല ദോശ വേറെ എവിടെ അത്ര നല്ലതേക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇലയിൽ പൊതിഞ്ഞ പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന ടേസ്റ്റല്ല, ഇലയിൽ അവിടെ നിന്ന് കഴിക്കാനും ടേസ്റ്റാണ്, ഇലയിൽ പൊതിഞ്ഞ് കഴിക്കാൻ വേറൊരു ടേസ്റ്റാട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അതിനായിട്ട് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നല്ല മസാല ദോശയുടെ മണം വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വിചാരം മസാല ദോശ മേടിച്ച് കൊടുന്ന് വെച്ചാൽ എൻ്റെ സ്മെല്ലാണെന്നാ. ഹാളിലെ കുറേ നേരം സ്മെല്ലാന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴേ ഹാളിൽ എൻ്റെ പൊന്നു മോൻ അത് ഫുള്ള് ഇരുന്ന് തിന്ന് ഒരു തുണ്ട് പോലും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്നല്ല ഗർഭകാലാർത്ഥ അങ്ങനെയൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര മസാല ദോശ ഇലയിൽ പൊതിഞ്ഞ മസാല ദോശ കഴിക്കൊരു ആഗ്രഹം. അത് എന്താ പറയുക, എനിക്ക് ഗർഭകാലഘട്ടത്തിലും ആ ഒരു ആഗ്രഹമായിരുന്നു മെയിനായിട്ട് ഇലയിൽ പൊതിഞ്ഞൊരു മസാല ദോശ കഴിക്കാൻ. ഇപ്പോൾ പൊന്നും കുഞ്ഞിനും ഗർഭമുണ്ടായിരിക്കുമ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ അവർക്കാണ് മേടിച്ചു കൊടുത്തിട്ട് തീർക്കുന്നത്. സത്യം പറഞ്ഞിട്ടോ എന്തൊരു സ്മെല്ലും എന്തൊരു ടേസ്റ്റാണ്. വല്ല ഗർഭിണികൾക്ക് കൊതിയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് അയച്ചോട്ടെ. ഇനിയിപ്പം നമ്മുടെ നാട്ടുകാരല്ലെങ്കിലും പുറത്തുള്ളവരൊക്കെയാണ് ഇലയിൽ പൊതിഞ്ഞിട്ട് മസാല ദോശയുടെ ഉള്ളിൽ കട്ട ചട്നി വെച്ചിട്ട് തരാൻ പറയട്ടെ, അതാണ് ടേസ്റ്റ്. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ കുറേ മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെ പോയി വന്ന് 2:30 വന്നിട്ടാണ് ചോറിനുള്ളത്. അപ്പോൾ മീൻ കറി ഇന്നലെ മുരിങ്ങക്കായുടെ കറിയും പിന്നെ എന്താ പച്ച ഉണക്കപ്പയർ ഉപ്പേരിയും മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 6 മണിയാകുമ്പോൾ കുറേ നാളായിട്ട് നമ്മളോടൊരു കുട്ടി നമ്മൾ സ്ഥിരം നമ്മൾ ചായ കുടിക്കാൻ പോണ സ്ഥലം കാണിക്കാൻ അവിടെ ഒരു ഇളനീര് വെക്കുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഞാൻ ഒരു അമ്പലത്തിൽ ചേച്ചി ആ ഒരു അമ്പലത്തിലേക്ക് വന്നു. ചേച്ചിയുടെ അവർക്ക് നമ്മളെ കണ്ടില്ല നമ്മളൊരു ഇതാ തോന്നുന്നു. ചേച്ചി അതൊന്ന് കണ്ട് തൊഴുത് നോക്കി, ചേച്ചി വെറുതെ വന്നാൽ മതി എന്ന് പറഞ്ഞു.
സത്യം പറഞ്ഞാൽ ഒരു കൊല്ലമായിട്ട് ആ കുട്ടി നമ്മളോട് തന്നെ പറയണം. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാണ്. ഇന്നായിരിക്കും ആ സമയം. ഒദ്ദള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് സ്ഥലപ്പേര് ഒദ്ദള്ളൂർ എന്നൊരു ഓർമ്മയിൽ പറഞ്ഞാണ്. അപ്പോൾ നീ നമ്മുടെ കാറിൻ്റെ മുന്നിൽ ആ സ്കൂട്ടിയിൽ പോണത് ആ കുട്ടിയുടെ. അപ്പോൾ അവൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്തു. വഴി കാട്ടിയാൽ അവൻ്റെ മൂപ്പര് ഇങ്ങനെ മൂപ്പര് ഫ്രണ്ടിൽ പോകണ്ട്, മൂപ്പര് ബാക്കിൽ ഞങ്ങൾ പോകേണ്ടിട്ട് കണ്ടാ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് രാത്രി ഒരു 9:30 വേണ്ടിയിട്ട് വീടെത്തുമ്പോൾ വേണ്ട. 9:30 വീടെത്തിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. പക്ഷേ എനിക്ക് ഈ സാരി കൊടുത്തിട്ട് നമുക്ക് അമ്പലത്തേക്ക് സാരി കൊടുത്ത് പോയി വീട്ടിൽ വന്നിട്ട് കണ്ണാടിയിൽ നോക്കിയാലും നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു രസമാണ്. നമ്മൾ സന്ധ്യ നേരത്തൊക്കെ അമ്പലത്തിൽ പോയി വന്ന ആ ഒരു കുറി നെറ്റിച്ച ചന്ദനം. അങ്ങനെ നമ്മൾ സന്ധ്യ നേരത്തെ ഒരു അമ്പലത്തിലേക്കൊക്കെ പോയി വന്നു അല്ലേ ചേട്ടാ? പോയി ഈ ഒരു അമ്പലത്തേക്ക് ഞങ്ങളൊരു കുട്ടി, ഞങ്ങളുടെ അറിയുന്ന കുട്ടി, ഞങ്ങൾ ഇളനീര് കുടിക്കുന്ന കടലത്തൊരു കുട്ടി അവിടുത്തെ ഒരു അമ്പലം, അവർ നാട്ടിലൊരു അമ്പലത്തേക്ക് വരാൻ പറഞ്ഞു. നമുക്ക് പോയി ഓക്കെ ചേർന്നു. അങ്ങനെ പോയത്. അപ്പോൾ അത് നമ്മളൊരാൾ പറഞ്ഞു. നമ്മളത് കുറേ നാളായി പറഞ്ഞു, പക്ഷെ പോകാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് പോവാൻ എല്ലാത്തിനൊരു സമയമുണ്ട് തന്നെ കേട്ടോ. അപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പോഴാവും സമയമില്ല. അപ്പം ഞങ്ങൾ പോയി തൊഴുതു വന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് തലേദിവസം രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ രാത്രി ആകുമ്പോൾ സിനിമയ്ക്ക് പോയിട്ട് എന്നിട്ട് അതിരടിയാണ് അങ്ങനെ സിനിമ. പക്ഷേ പേഴ്സണലായിട്ട് പറയണേ എനിക്ക് അത്രയ്ക്കൊരു ഫേവറേറ്റ് ആയിട്ട് തോന്നിയില്ല. അത്രയ്ക്ക് ഇഷ്ടം ആ സിനിമയോട് തോന്നിയില്ല. പലർക്കും പല ടേസ്റ്റാണ്. കണ്ടിരിക്കാം അത്ര തന്നെ തോന്നിയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് വിളക്ക് കത്തിക്കുന്നതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീച്ച് കുളിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം കേട്ടോ, അതായത് ഞായറാഴ്ച രാവിലെയാണ് ഇന്ന്. അതാണ് വള, ഈ സാരിക്ക് കൊടുത്ത വളയാണ് ഇപ്പോൾ കൈകൊണ്ട് കിലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോകണം. ഇന്ന് തറവാട്ടമ്പലത്തിൽ, അതായത് മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച മാത്രം കേട്ടോ തറവാട്ടമ്പലത്തിൽ പൂജയുള്ളൂ. അപ്പോൾ എൻ്റെ ഏട്ടനും എടുത്തിയും അനിയനും മോനും ഭാര്യയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് അപ്പോൾ കൊടുക്കണ വെച്ചപ്പോൾ അവരില്ല പറഞ്ഞു. പിന്നെ അവരെ വിളിക്കാനില്ല. 2:45 ആയിരുന്നില്ല. രാത്രി സിനിമ കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ശല്യപ്പെടുത്തിയില്ല. അങ്ങനെ രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അനിയനെ ഡൈ അടിക്കാനൊക്കെ ചെയ്തതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അനിയുടെ വിളിച്ച് വരുമ്പോഴേക്കും ഞാൻ വിളക്ക് കത്തിക്കോട്ടെ എന്നും. എനിക്ക് സത്യം പറയണം, വിളക്ക് കത്തിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നണം. നമുക്ക് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്കത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് വീടിൻ്റെ പണി കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ സാമി റൂം കിട്ടിയെന്നുള്ളതാണ്. ഞങ്ങൾക്ക് വിളക്ക് വയ്ക്കാൻ നല്ലൊരു സ്ഥലമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു നമ്മുടെ ചെമ്പിനുമ്പോൾ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടായിരുന്നു വിളക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് എത്തില്ല, കുറച്ച് ഹൈറ്റിലാണ് വെച്ചിരുന്നത്, കോണിയുടെ മുകളിൽ. അപ്പോൾ നമുക്ക് കോണിയുടെ അതുകൊണ്ട് എടുക്കുമ്പോൾ തല തട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഹൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയന് മാത്രം വിളക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു സാമി റൂം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അനിയനേക്കാൾ കൂടുതൽ ഞാനാണ് വിളക്ക് എത്തിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു 7 ദിവസം ഞങ്ങൾ വിളക്ക് എത്തിക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഉണ്ണോളും ഇതൊക്കെ ഉള്ളതല്ല. അപ്പോൾ തൊട്ട് കൂടിയിട്ട് കത്തിക്കണം. ഞാൻ ആ 7 ദിവസത്തിൽ തുറക്കൂല കത്തിക്കൂല കേട്ടോ. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ രാവിലെ ഞാൻ വിളക്ക് കത്തിക്കിട്ടും. അങ്ങനെ അതേ അനിയുടെ ഡ്രസ്സൊക്കെ മാറി വന്നു പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം അനിയന് ചന്ദനം തൊട്ട് കൊടുക്കുന്നത്. അത് ഞാൻ തൊട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധം, ചന്ദനം ഞാൻ തൊട്ട് കൊടുക്കുന്നത്. അങ്ങനെ അനിയായിട്ട് തൊഴണമെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അനിയൻ വിളിച്ച് പോവാറായി എന്ന് വെച്ച് വിളിച്ചു. അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടോ. അങ്ങനെ ഞങ്ങളിത് പോകാനുള്ള പരിപാടിയിലാണ്. അമ്പലത്തിൽ പോയി ഞങ്ങൾ വരുമ്പോൾ സമയം 12 മണിയായിട്ട്. 12 മണിക്ക് ജയിച്ച് വരുമ്പോൾ ഇതാണ് ഒരവസ്ഥ. നിങ്ങൾ നെല്ലുവായി അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പായസമാണ് കേട്ടോ. അപ്പോൾ ഈ നമ്പർ എഴുതിയടിക്കുമ്പോൾ എന്താവുമോ എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു നമ്പർ ഞങ്ങളുടെ ഈ ഷോപ്പിൻ്റെ ഈ സാരി നമ്മുടെ ഷോപ്പിൽ ഓൺലൈനിൽ വിൽക്കുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും സാരി ബിസിനസ് തുടങ്ങിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ കൃപേരത്തെ ഒരു സാരിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. നമുക്കിത് കൊടുത്തിട്ട് എത്ര മണിക്കൂർ നിന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നില്ല കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ നല്ല പട്ട് സാരിയാണ്, നല്ല ഹെവി പട്ട് സാരി ആയിട്ട് തോന്നിയെങ്കിലും ആ പട്ട് സാരിയുടെ ഒരു പ്രൗഢി ഭംഗിയുടെ പട്ട് സാരി അല്ല. പക്ഷേ ഒരു പ്രത്യേക സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലുണ്ട്. ഭയങ്കര രസമാണ്. നമുക്ക് ആ സാരി കൊടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സാരി കൊടുത്തിട്ട് ഊരിടാൻ തോന്നിയിരുന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ സാരി. അത്ര ചന്തമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കസവൊക്കെ നോക്കി ഒരു പ്രത്യേക തരം ഒരു കസവാണ് കേട്ടോ.
പിന്നെ പ്രത്യേകം വയലറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വയലറ്റ് തീരെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ വയലറ്റ് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനേക്കാളും ഒന്നുകൂടി നല്ല വയലറ്റാണ് കേട്ടോ. നമുക്ക് ഈ ലൈറ്റുകളും കാര്യം നമുക്ക് കറക്റ്റാണ്, പക്ഷെ നല്ല വയലറ്റാണ്. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ജാക്കറ്റ് അടിക്കുള്ളൂ, ഞാൻ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണ്, ഞാൻ എടുക്കില്ല, എന്തുണ്ടെങ്കിലും എടുക്കില്ല. അത് പ്രത്യേക ഒരു സ്വഭാവമാണ്. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇത് അടിച്ചിട്ടപ്പോൾ ഉണ്ടല്ലോ പൊന്നു പറഞ്ഞാൽ ഇതൊന്നും അടിച്ചിട്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയില്ല. അതാണ് പൊന്നു പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് അടിച്ചത്. പക്ഷേ ഉണ്ടല്ലോ നോക്കി എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സാരി ഇങ്ങനെ ഉണ്ട്, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കതൊരു നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി. നമുക്ക് മെയിനായിട്ട് തടിയുള്ളവർക്ക് അതിന് തടി കുറഞ്ഞ് നല്ല ഒതുങ്ങി കിടക്കണം. ഈ ഒരു സാരി നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടാൻ ചെയ്യാം. അതേപോലെ നമുക്ക് അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഒന്നാമത്തേക്ക് എന്തെങ്കിലും പർച്ചേസിനും കാര്യങ്ങളും പോകുമ്പോൾ ആ സാരി എടുത്ത് പോകണമില്ല, അങ്ങനത്തെ ഒരു കൊടുക്കാട്ടോ. അതേപോലെ തന്നെ പിന്നെ ജോലിക്ക് പോകണവർക്കൊക്കെ കൊടുക്കുക. ഇത് നിങ്ങൾ കാണുന്ന പോലെയല്ല, ഈ ഒരു സാരിക്ക് ഹെവി അല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരിയാണ്. നിങ്ങൾ കണ്ട ആ സാരി ഞാൻ മടക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ ഇട്ടപ്പോൾ അത് അങ്ങനെ കിടന്നു, സൂചി കുത്തി ഒന്നും വേണ്ട. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇട്ടാൽ അത് ഇട്ടോടുത്ത് കിടക്കും കേട്ടോ. നല്ല കനകുറവ്, അത് നല്ല പ്രൗഢിയുള്ളൊരു സാരിയാണ് കേട്ടോ. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സാരി വേണ്ടവർ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാരിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മളപ്പോൾ കൊറിയർ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ സാരിയുടെ ഫുൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് വെച്ചാൽ നടന്നില്ല, ഫുൾ ബോഡി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, താഴെയും മുകളിലും ഒരേപോലെ വീതിയിലാണ് കസവ് വരുന്നത് കേട്ടോ. ചില വീതിയുടെ കസവ് നമ്മൾക്ക് അത്ര ഭംഗിയുണ്ട്, പക്ഷേ ഇതുണ്ടല്ലോ ഭയങ്കര നമ്മുടെ ഫേസിലേക്ക് ഭയങ്കര ഒരു ഉതിപ്പാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല സത്യം. നമ്മുടെ വയറിനോട് ആ കസവ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂചി കുത്തൊന്നുമില്ല, അത് അതുപോലെ അങ്ങനെ നിൽക്കുക. ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ്, പക്ഷെ ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ